നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, 10 ഓഫ് സോൾസിൻ്റെ കാർഡാണ് ഫസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4 ഓഫ് സോൾസ്, 3 ഓഫ് വാൻസ്. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു എൻഡിങ്സ് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലവ്ഡ് വൺസ് ആരെങ്കിലും ഡെഡ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ബിട്രയൽസ് സംഭവിച്ചിട്ടുണ്ടാവാം. സോ അങ്ങനത്തെ ഉള്ളൊരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ബിക്കോസ് ഇവിടെ ഈ ഒരു വ്യക്തി ഒന്നെങ്കിൽ ആരെങ്കിലും അത്രയ്ക്കും ട്രസ്റ്റ് വർത്തിയായിട്ട് ഇയാളുടെ കൂടെ നിന്നിട്ടില്ല, അല്ലെങ്കിൽ ഡസൻ മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരു വ്യക്തി ചതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു വ്യക്തിക്ക് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. അപ്പം ആ ഒരു എനർജീസിലാണ് ഈ ഒരു വ്യക്തി കറൻ്റ്ലി നിൽക്കുന്നുള്ളത്. എഗെയിൻ നിങ്ങളുടെ റിലേഷനിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് റിലേഷൻ്റെ കാര്യം നോക്കുമ്പോൾ. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇവരെന്തൊക്കെയോ പ്ലാനിങ്സ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ റിലേഷൻ ഇങ്ങനെ സ്റ്റക്കാണ്. ഇവരുടെ മൈൻഡിൽ പ്ലാനിങ്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇത് ആക്ഷൻ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. അപ്പം എന്തും ആക്ഷൻ ഫോമിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്കെന്താണ് അതിനെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ അതിനൊരു ഇത് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതൊരു ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു തോട്ട്സും കാര്യങ്ങളും മാത്രമാണ് ആളുടെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക, ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ്. ഈ ഒരു റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ്റെ കാർഡ് കണ്ടില്ലേ, ഈ ഒരു 4 ഓഫ് സോൾസിൻ്റെ എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ലൈക്ക് ആൾ റെസ്റ്റിലാണുള്ളത്. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു അൺഡിസൈഡഡ് ആയിട്ടുള്ളൊരു എനർജീസിലാണ് ആളിവിടെ നിൽക്കുന്നുള്ളതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ പേഴ്സൺ എനർജീസ് ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്കൊത്തിരിയധികം ഇന്നർ സ്ട്രെങ്ത് ആവശ്യമാണ്. ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള ഈ ഒരു എന്തോ ഒരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിലും ഏറ്റവും കൂടുതൽ ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ഹേർട്ടാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിയെ തന്നെ എന്താ പറയുക, ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വെളിയിൽ കൊണ്ടുവരാനായിട്ട് ഒത്തിരിയധികം ഇന്നർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനായിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് സംതിങ് ഈസ് എൻഡ്. എന്തെങ്കിലും ഒരു എൻഡിങ്സ് സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരുടെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇവർ ഭയങ്കര വിശ്വസിച്ച് കൂടെ നിന്നിട്ടുള്ള ആളുകൾ പറ്റിച്ചിട്ടുണ്ടാവും. സംതിങ് ഈസ് റിലേറ്റഡ് ടു എൻഡിങ്. സോ അല്ലെങ്കിൽ ബിസിനസ് ലോസസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ലൈഫിൽ എന്തൊക്കെയോ മേജർ എൻഡിങ്സ് ഈ ഒരു വ്യക്തിക്ക് നടക്കുന്നുണ്ട്. അത് നടക്കാനുള്ളൊരു കാര്യമാണ്. കാരണം സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെയാണ് ആ ഒരു എൻഡിങ്സ് കാണിക്കുന്നുള്ളത്. അതായത് എന്തെങ്കിലും എൻഡിങ്സ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ പുതിയ ലെസൺസ് ലേൺ ചെയ്യുന്നത്. സോ ആ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. ഇവർ ഒത്തിരിയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ തോട്ട്സുകളും വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴും അതും ഒരു കൺഫ്യൂഷനായിട്ട്, ലൈക്ക് പൊതുവേ ഈ ഒരു വ്യക്തി ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഇവർ ഓടി വന്നിട്ട് നിങ്ങളോടായിരിക്കും ഒരു വ്യക്തി ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളില്ല, നിങ്ങളുടെ അടുത്ത് വരാനും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ആളിവിടെ നിൽക്കുന്നുള്ളതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെയും ഈ ഒരു വ്യക്തിയും കുറച്ച് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവരെ സ്ട്രോങ് ആക്കി വെക്കുക, ഇവർക്ക് ആവശ്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനത്തെ ഒരു എനർജീസ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഈ റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിരുന്നെങ്കിൽ ആൾക്ക് ഈ ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ വരില്ലായിരുന്നു. അല്ലെങ്കിൽ ആളുടെ ഇപ്പോൾ ലോയസ്റ്റ് ആയിട്ടുള്ള ഫേസിൽ ആൾക്ക് സപ്പോർട്ട്, ഇമോഷണൽ, നമ്മളെപ്പോഴും പറയത്തില്ലേ ഏതൊരു ലോ ഫേസിൽ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. അതൊരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ നമ്മുടെ വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ട്ണർ നിങ്ങൾ അവരെ ഒത്തിരിയധികം ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെന്നുള്ളൊരു വ്യക്തി എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതവർ അംഗീകരിക്കുന്നുണ്ടാവില്ല. ഇവരുടെ എല്ലാ ലോ ഫേസിലും ഇവർക്ക് സ്ട്രെങ്ത് കൊടുത്ത് ഇവരെ വീണ്ടും സെറ്റാക്കി എടുക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആൾ. ശരിക്കും ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിലും നേരത്തെ നിങ്ങൾ ഇവരൊരു സിറ്റുവേഷനിലായിരുന്നപ്പോൾ നിങ്ങളിവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
വല്ലാത്തൊരു റിഗ്രഷൻ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ ഓൾറെഡി അത് പറഞ്ഞൊരു കാര്യമാണ്, കാർഡ് പിന്നെയും വന്നു അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അല്ലെങ്കിൽ ആൾ പാസ്റ്റിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനത്തെക്കുറിച്ചിട്ടുള്ളൊരു റിഗ്രഷൻ ആയിരിക്കാം ആൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ ലൈഫ് ഇത് മാറ്റി നിർത്തിയത്, നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റിലായത്, അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു, അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു ടൈമിൽ വരുന്നുണ്ട്. ഓക്കെ, സോ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് സംതിങ് ഈസ് റിലേറ്റഡ് ടു ഫാമിലി. ഒരു പക്ഷേ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലവ്ഡ് വൺസിൻ്റെ ഡെത്ത് ആയിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബിസിനസ്സിൽ എന്തെങ്കിലും ലോസ് ആയിരിക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ആളിത്ര ലോ എനർജിയിൽ നിങ്ങളൊക്കെ ആയിരിക്കും പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും മോശപ്പെട്ടിട്ടുള്ളൊരു ടൈമിലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്, നിങ്ങളെ മിസ് ചെയ്യുകയാണ്, നിങ്ങളുടെ വർത്തും വാല്യൂവും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശരിക്കും ഈ ഒരു സൈക്കിളിൻ്റെ മീനിങ്സ് അതാണ്. ഓക്കെ, നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസ് ദൈവം കൊടുത്തിട്ടുള്ളതിൻ്റെ മെയിൻ റീസൺ ഇതിൽ നിന്ന് ലേൺ ചെയ്യാനാണ് നിങ്ങളുടെ വർത്ത്. ഓക്കെ, അവർ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിയർ ഫ്യൂച്ചർ എനർജീസ് പ്ലീസ്. ഇവിടെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുമോ? ഇവിടെ ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത്രയും നാൾ ഈ ഒരു വ്യക്തി ഒരു ആക്ഷനും എടുക്കാതെ വളരെ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ റിലേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോവുകയാണ്. ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ എടുക്കും. ഇതുവരെ ചിന്തിച്ചിട്ടില്ല, അതായത് ഇതുവരെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിൽ ആക്ഷൻ എടുത്താൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള ടൈമിൽ ആ ഒരു തോട്ട്സ് ചേഞ്ച് ആവും, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഇതുവരെയുള്ള ആ ഒരു വ്യക്തിയുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെക്കുറിച്ചിട്ടുള്ളത് അത് ചേഞ്ച് ആവും, ഷിഫ്റ്റ് ആവും ആ ഒരു എനർജി. ഓക്കെ, സോ ഈ ഒരു ടൈം ചിലർക്കൊക്കെ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിരിക്കും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോവുകയാണ്, ട്രാൻസ്ഫോർമേഷൻ ഫേസ് വരാൻ പോവുകയാണ്. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അൺകണ്ടീഷണൽ ലവ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. അതിലുപരി ഒത്തിരിയധികം ഫുഡ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലേ, ഓർഫനേജസ് അങ്ങനെ പാവങ്ങളെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലേ, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആനിമൽസിന് ഫുഡ് കൊടുക്കുക. എഗെയിൻ ഈ ആൻസിസ്റ്റർ കർമാസൊക്കെ ഹീൽ ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ബേർഡ്സിനും കാക്ക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുക ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം ഇപ്പം ഇത്രയും വെയിലൊക്കെ ഉള്ള ആ ടൈമിൽ നിങ്ങളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പാത്രം വെള്ളം എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ജീവികൾക്കൊക്കെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നുള്ളത്. ഷെയറിങ്ങിൻ്റെ മീനിങ് തന്നെ അത് തന്നെയാണ്. നമ്മൾ അൺകണ്ടീഷണലായിട്ട് ലവ് ഷെയർ ചെയ്യുക, അതായത് നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും റിട്ടേൺ ആയിട്ട് നമുക്ക് ഇൻ റിട്ടേൺ നമുക്ക് എന്തായാലും അതിനുള്ളൊരു ഇത് കിട്ടുന്നുണ്ടാവും. കാരണം കർമ്മ അതല്ലേ, നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളിലേക്ക് വരും. നമ്മൾ നല്ലത് കൊടുത്താൽ നല്ലത് വരും, ചീത്ത കൊടുത്താൽ ചീത്ത വരും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് റിട്ടേൺ വരും എന്നുള്ളൊരു ഗൈഡൻസാണ് എനിക്കിവിടെ കിട്ടുന്നുള്ളത്. സോ ഷെയറിങ്ങിൻ്റെ കാർഡ് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിനൊന്നും മടി വിചാരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. നമ്മളൊരു ക്വിക്ക് എനർജി അപ്ഡേറ്റ്സ് ആയിരുന്നു ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് റീഡിങ്സിന് വേണ്ടിയിട്ടെന്നൊക്കെ. നമ്മൾ നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ റീഡിങ്സ് ഇടുന്നുണ്ടാവും. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പുറകെയായിരുന്നു, അതാണ് കേട്ടോ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, താങ്ക് യു.